ഇന്നും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. BSE സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 1.32%, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും മിഡ് ക്യാപ്പ് ഇൻഡെക്സും ഏകദേശം 3.5% ഡൗൺ ആയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2024 ഒക്ടോബർ മുതൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കറക്ഷൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ ഇക്വിറ്റി സ്കീമുകളിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂവിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഗെയിനിൽ നിന്നോ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. 2024 സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ഇന്ന് വരെയും നിഫ്റ്റിയിലും BSE സെൻസെക്സിലും ഏകദേശം 12% കൂടുതലുള്ള കുറവാണ് വന്നിരിക്കുന്നത്. എന്നാൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഫണ്ടുകളിലുള്ള കറക്ഷൻ ഇതിലും കൂടുതലാണ്. പല കേസിലും 15 മുതൽ 20% വരെയും NAV-യിൽ കുറവ് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് പല മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലും 20 മുതൽ 60% വരെയും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂവിൽ കുറവ് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ കറക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒട്ടനവധി നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ട്രംപ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ്. അദ്ദേഹം ദിനം പ്രതി പുതിയ പ്രഖ്യാപനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു. ഇതെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ തുടർന്ന് വരുന്ന ഇടിവ് എത്ര നാൾ വരെയും കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. അതോടൊപ്പം തന്നെ ഇനിയും എത്ര പെർസെൻറ്റേജ് കൂടി നിഫ്റ്റിയിലോ സെൻസെക്സിലോ സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ എത്ര ശതമാനം കൂടി കുറവ് വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. എന്നിരുന്നാൽ തന്നെയും മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റ് നിക്ഷേപം നടത്തുന്ന ഇൻവെസ്റ്റേഴ്സ് അവരൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇത് കണ്ടിട്ട് പാനിക്കാകേണ്ട കാര്യമില്ല. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന കറക്ഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. അതായത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൽ ഏകദേശം ഒരു 30 മുതൽ 40% വരെയുള്ള ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ 4-5 വർഷക്കാലത്തിനുള്ളിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് കോവിഡിന് ശേഷം. അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതേപോലെയുള്ള ഒരു കറക്ഷൻസ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിൽ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ വർഷങ്ങളായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്നെപ്പോലെയുള്ള വ്യക്തികൾ ഇതേപോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇടിവ് പല അവസരങ്ങളിലും നേരിട്ടിട്ടുണ്ട്. ഞാനൊക്കെ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂയിൽ നിന്ന് പല സമയങ്ങളിലും 40%, 50% വരെയും ഇടിവും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് അതിനെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. വരും കാലങ്ങളിൽ മാർക്കറ്റിലെ ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലും ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് എല്ലാ കാലത്തും ഒരു ഗെയിൻ നമുക്ക് നൽകാനായിട്ട് സാധിക്കില്ല. ഇതേപോലെ ഉള്ള കറക്ഷൻസ്, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഇതേപോലെയുള്ള കറക്ഷൻസ് വന്നു കഴിഞ്ഞാലാണ് സ്റ്റോക്ക് മാർക്കറ്റിന് കൂടുതൽ ഊർജ്ജത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്ററാണ്, സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ നിങ്ങൾ ലോങ് ടൈമിലേക്കാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ മാർക്കറ്റിൽ ടെമ്പററി ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ അനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് SIP റൂട്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. മാർക്കറ്റിൽ ഇതേപോലെ വരുന്ന ചേഞ്ചസുകൾ കറക്റ്റായിട്ട് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ SIP റൂട്ടിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എപ്പോഴും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻ വരുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ ഇൻവെസ്റ്റേഴ്സിന് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ കൂടുതലായിട്ടുള്ള പണം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കോസ്റ്റ് ആവറേജ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ചെറുതായിട്ടുള്ളൊരു ചേഞ്ചസ് വരുത്തേണ്ട അത്യാവശ്യമുണ്ട്. നിങ്ങൾ ലംസമായിട്ട് നിങ്ങൾ നിക്ഷേപം നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിക്ഷേപം നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്ന തുകയുടെ ഒരു 5% കൂടുതൽ ഒരു ദിവസം ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്താൻ പാടില്ല. കാരണം നമ്മുടെ മാർക്കറ്റ് കടന്നു പോകുന്നത് ഓരോ ദിവസവും പലതരത്തിലുള്ള നെഗറ്റീവ് ന്യൂസിനെ അതിജീവിച്ചാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി എത്ര ശതമാനം കൂടി നിഫ്റ്റിയും സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ കറക്ഷൻ വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക്
തീർച്ചയില്ല. അതോടൊപ്പം തന്നെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഓഹരികൾ എല്ലാം ഓവർ വാല്യൂഡ് ആണെന്ന് ഇത് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത് മാനേജ് ചെയ്യുന്ന പല ഫണ്ട് മാനേജേഴ്സും അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തിലും നിങ്ങൾ ലംസമായിട്ടുള്ള എമൗണ്ട് മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ അധികം നിക്ഷേപം നടത്താതിരിക്കുക. പക്ഷേ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂവിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഇപ്പോൾ ഈ മാർക്കറ്റ് കറക്റ്റ് ചെയ്തിരിക്കുന്ന സമയത്തും സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് SIP റൂട്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുന്നേ SIP റൂട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾക്ക് മാർക്കറ്റിൽ ഇത്ര കറക്ഷൻ വന്നിട്ടും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂവിലൊന്നും കുറവ് വന്നിട്ടില്ല. കാരണം നിങ്ങൾ ഓരോ മാസവും നിങ്ങൾ നടത്തുന്ന SIP നിക്ഷേപങ്ങൾ അതിൻ്റെ കോസ്റ്റ് ആവറേജ് ചെയ്ത് പല നെറ്റ് അസറ്റ് വാല്യൂവിൽ നിങ്ങളുടെ കോസ്റ്റ് ആവറേജ് ചെയ്തിട്ടാണ് ആ യൂണിറ്റുകൾ അവിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കോസ്റ്റ് ആവറേജ് ചെയ്യുമ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്ന ഇതേപോലെയുള്ള ചെറിയ കറക്ഷൻസോ മൈനർ കറക്ഷൻസോ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂവിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഗെയിനിനോ അധികമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിക്ഷേപങ്ങൾ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾക്ക് പലപ്പോഴും അവരുടെ നിക്ഷേപ തുകയിലോ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഗെയിനിലോ ഗണ്യമായിട്ടുള്ള കുറവ് വന്നിട്ടുണ്ടാവാം. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ SIP ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടിന്യൂ തന്നെ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. നമുക്ക് ക്ഷമയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് പിൻക്ക് വിറ്റ് നിങ്ങൾ നഷ്ടം വരുത്തേണ്ടതായിട്ട് വരും. ഇതേപോലെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികൾ നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, റിസ്ക് ആപ്പിറ്റേറ്റിന് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ അധികം റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണെങ്കിൽ റിസ്ക് കുറഞ്ഞ തരത്തിലുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഹൈ റിസ്ക് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആയിരിക്കണം. നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 147 കോടിയോളം ജനങ്ങളുണ്ട്. ഈ ജനസംഖ്യയിൽ ഏകദേശം 5 കോടി ആളുകൾ മാത്രമാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളൂ. ഇനി എത്രയോ കോടി ഇന്ത്യക്കാർ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. അപ്പം ലോങ് ടൈമിലേക്ക് നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലോ ഉള്ള നിക്ഷേപങ്ങളാണ്. ഇനിയും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ടുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഇപ്പോൾ നിക്ഷേപങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറഞ്ഞ പ്രൈസിൽ അല്ലെങ്കിൽ കുറഞ്ഞ NAVകളിൽ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുവാനും അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് മാറി സ്റ്റോക്ക് മാർക്കറ്റ് ഉയരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ കൂടുതൽ ഗെയിൻ അവർക്ക് ലഭിക്കുവാനും സാധിക്കും. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ആവശ്യമില്ല. ഈവൻ 500 രൂപയോ 1000 രൂപയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്കിയാണ്, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്കിയാണ് എന്ന ധാരണയിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതൊരു നല്ലൊരു അവസരമാണ്. തന്നെ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യൂ. സാധാരണയായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെയും അതേപോലെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെയും മറ്റും ഭയക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു അവസരമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു എമൗണ്ട്, അത് ചിലപ്പോൾ 1000 രൂപയാകാം, 5000 രൂപയാകാം, അതേപോലെയുള്ള ഒരു നിക്ഷേപം നിങ്ങൾ നടത്തി മ്യൂച്വൽ ഫണ്ടിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യൂ. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്യാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരിതെല്ലാം നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിലേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. റിയലായിട്ടും ഇതിൻ്റെ ബെനിഫിറ്റുകൾ ലോങ് ടൈമിൽ നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. ലോ റിസ്ക് കാറ്റഗറിയിലോ മീഡിയം റിസ്ക് കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള വ്യക്തികളാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒട്ടനവധി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇതേപോലെയുള്ള ഒരു അവസരം നമുക്ക് എപ്പോഴും കിട്ടിയെന്നിരിക്കില്ല.
ഇതേപോലെയുള്ള ഒരു അവസരം മുതലാക്കി ചെറിയ ചെറിയ എമൗണ്ടുകൾ മ്യൂച്വൽ ഫണ്ടുകളിൽ SIP റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. യാതൊരുവിധ ഫിസിക്കലായിട്ടുള്ള പേപ്പർ വർക്കുകളും കൂടാതെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി പ്രവാസികളായിട്ടുള്ള വ്യക്തികൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അവർക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, എങ്ങനെ KYC ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും പ്രവാസികളായിട്ടുള്ള വ്യക്തികൾക്ക് ഓൺലൈനായിട്ട് തന്നെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് KYC ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് ഇന്ന് ഇന്ത്യയിലുണ്ട്. പ്രവാസികളിൽ പലരും അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മിക്കവാറും എല്ലാം ഏതെങ്കിലും ബാങ്കുകളുടെ SB അക്കൗണ്ടുകളിലോ NRE അക്കൗണ്ടിലോ ഐഡിയലായിട്ട് കിടക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. അവരുടെ ഐഡിയലായിട്ട് അവർ ബാങ്കിൽ സൂക്ഷിക്കുന്ന പണത്തിൻ്റെ ചെറിയൊരു പോർഷൻ നല്ല നല്ല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലേക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അത് SIP റൂട്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്താൽ നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്തതിന് ശേഷം അഥവാ നിങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഫൈനാൻസിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇതുവരെയായിട്ടും നിക്ഷേപം നടത്താത്ത വ്യക്തികളാണ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് KYC ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. AMFI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റിന് യോജിക്കുന്ന രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യമുള്ള വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാവും. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പല ഫീലിങ്സും ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഗ്രീഡാണ്. മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്ക് മാർക്കറ്റിലും നിക്ഷേപം നടത്തുന്ന ആളുകൾ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. നിങ്ങളൊരു ഗ്രീഡി ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അത്യാർത്തിയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിൽ മുന്നേറുന്ന സമയത്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗ്രീഡ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടുള്ള സ്റ്റോക്കുകളോ മ്യൂച്വൽ ഫണ്ടുകളോ കൂടുതൽ ലാഭം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ചിലപ്പോൾ നമ്മൾ പണം കടമെടുത്തും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഒരു സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തീർച്ചയായിട്ടും അതിൻ്റെ പൊട്ടൻഷ്യൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിൻ്റെയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെയോ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഏൺ ചെയ്ത് തരാനായിട്ടുള്ള ഇൻകത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നുണ്ട്, അല്ല സ്റ്റോക്ക് മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡിലാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ തീർച്ചയായിട്ടും അത് ചിലപ്പോൾ നിങ്ങളെ നഷ്ടത്തിൽ കൊണ്ടെത്തിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. കാരണം ഞാൻ ഇന്ന് ഈ സെക്യൂരിറ്റി വാങ്ങിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ അവസരം നഷ്ടപ്പെടുമെന്ന് പലരും വിചാരിച്ച് ഹയർ റേറ്റിലും മറ്റും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളും സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നല്ല നല്ല സെക്യൂരിറ്റികൾ നമ്മൾ ഇന്ന് വാങ്ങിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയോ സ്റ്റോക്കോ തീർന്നു പോകില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നാളെയും നമുക്ക് ഇതേപോലെയുള്ള സ്റ്റോക്കുകൾ റീസണബിൾ ആയിട്ടുള്ള വാല്യുവേഷനിൽ വാങ്ങാനായിട്ടുള്ള അവസരം ലഭിക്കും. അതിനാൽ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപം നടത്തുന്ന വ്യക്തികൾക്ക് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിവെക്കുക. ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിന് യാതൊരുവിധ ലിമിറ്റും ഇല്ല. അതോടൊപ്പം തന്നെ ഈ മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾ എത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ എത്ര കോടി രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആയി കൊടുത്താലും അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പം ഇന്ന് നമുക്ക് നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ എൻ്റെ അവസരം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഫീലിങ്ങോട് കൂടിയിട്ട് ഒരു കമ്പനിയുടെ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റിലോ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ പാടുള്ളതല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മാറ്റിവെക്കേണ്ട മറ്റൊരു ഫീലിംഗ് എന്ന് പറയുന്നത് ഫിയറാണ്. പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് കുറയുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയാം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രൈസ് കുറയാം. ഇത് കണ്ട് പാനിക്കായി നിങ്ങൾ സ്റ്റോക്കോ മ്യൂച്വൽ ഫണ്ടുകളോ വിൽക്കുവാൻ തുനിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ പലപ്പോഴും നഷ്ടത്തിലേക്ക് നയിക്കും. നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം, സ്റ്റോക്കിലും അതേപോലെ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പല സമയങ്ങളും ഷോർട്ട് ടൈമിൽ
ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നഷ്ടം കാണിക്കാമെങ്കിൽ തന്നെയും ലോങ് ടൈമിൽ നമ്മുടെ ഹിസ്റ്ററി അനുസരിച്ച് ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് നല്ലൊരു റിട്ടേൺസ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ലഭിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ആവശ്യം വേണ്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്താതിരിക്കുകയാണ് നല്ലത്. മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്ക് മാർക്കറ്റിലും നിക്ഷേപം നടത്തുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലുമുള്ള നിക്ഷേപം വളരെ റിസ്കി ആയിട്ടുള്ളൊരു നിക്ഷേപമാണ്. നിങ്ങളൊരു നിക്ഷേപം തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ പ്രോപ്പറായിട്ടുള്ള റിസർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇത് അറിയാവുന്ന വ്യക്തികളുടെ സിബി രജിസ്റ്റേർഡ് ആയിട്ടോ ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ നിക്ഷേപം നടത്തുക. പല യൂസ്ഫുൾ ആയിട്ടുള്ള 1200-ൽ കൂടുതൽ വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.